നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ മിച്ചറാണ്. അതിന് അവിൽ ആണ് മെയിനായിട്ട് വേണ്ടത്. അവിലും ഏത് തരം അവിൽ വേണമെങ്കിലും എടുക്കാം. എന്താ പറയുക, വൈറ്റ് വെള്ള അവിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് റെഡ് അവിലാണ്. പിന്നെ കടല, കറിവേപ്പില ആണ് വേണ്ടത്. ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഈ അവിൽ വറുത്ത് കോരി മാറ്റാം. റെഡ് അവിലായതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ഇങ്ങനെ കളറാകും. റെഡ് കളർ മീൻസ് ബ്ലാക്ക് കളറായിട്ട് മാറും. അതിൻ്റെ ആ ഒരു ഇതായിട്ട് ബ്ലാക്ക് കളറായിട്ട് മാറും. അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റൊക്കെ നല്ല തന്നെയാണ്. കോരി മാറ്റിയിട്ട് നമുക്ക് കടല ഇതേപോലെ വറക്കണം. അത് കഴിഞ്ഞിട്ട് പൊട്ടുകടല വേണം. പൊട്ടുകടല ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അത് കാണിക്കാനും മറന്നുപോയി. പൊട്ടുകടല ഇതേപോലെ വറുത്ത് കോരി മാറ്റുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയാണ് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറിവേപ്പില ഇതേപോലെ തന്നെ കോരി മാറ്റുക. അടുത്തെന്താണെന്ന് വെച്ചാൽ ഈ അവിലോട്ട് ഇതെല്ലാം വറുത്ത് കോരി വെച്ച് അതെല്ലാം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് മസാല, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ ടേസ്റ്റിന് വെച്ചാൽ എന്തോരം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇടാം. മുളക് പൊടി ഇടാം. പിന്നെ ഉപ്പും നമ്മുടെ ഇതിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. കായപ്പൊടി കുറച്ചിട്ടാൽ മതിയാവും. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സിംഗ് ആണ് മെയിൻ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ അവിൽ മിക്സ്ചർ ഇവിടെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഷുഗറിലും ഉണ്ടാക്കാം. ഷുഗറിൽ ഉണ്ടാക്കിയാലും നല്ല തന്നെയാണ് കഴിക്കാനായിട്ട്.